എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന ആ ഒരു വലിയ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. വെറും കറണ്ട് ഉണ്ടാക്കുന്ന ഡാം എന്നതിലുപരി ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ മാറ്റം വരുത്താൻ പോകുന്ന ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം. ഈ ഭീമാകാരമായ അണക്കെട്ട് 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതെ, 2000 മെഗാവാട്ട് എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും പവർ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഭീകര സ്ട്രക്ചർ പൂർത്തിയാവുകയാണ്. ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ, അതായത് ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ ഹൃദയമിടിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ഇരട്ടി വലുപ്പമുള്ള അസം അരുണാചൽ പ്രദേശ് ബോർഡറിലെ മലനിരകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ അത്ഭുതത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ ഗെയിം ചേഞ്ചർ തന്നെയാണ്. അതെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സുബാൻസിരി ലോവർ ജലവൈദ്യുത പദ്ധതിയെ കുറിച്ചാണ്. വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേര് തന്നെയാണിത്. കാരണം വേറൊന്നുമല്ല, ഇന്ത്യയുടെ പവർ സെക്ടറിൽ അല്ലെങ്കിൽ എനർജി ഫീൽഡിൽ ഏതൊരു വലിയ നാഴികക്കല്ലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്ന വലിയൊരു സംഭവം തന്നെയാണിത്. NHPC അഥവാ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നിർമ്മിച്ച ഈ പടുകൂറ്റൻ ഡാം ഇപ്പോൾ അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വെറുതെ പറയുന്നല്ല. അതായത് ട്രയൽ റൺ ഒക്കെ വളരെ വിജയകരമായി തുടങ്ങിക്കഴിഞ്ഞു. ആസാമിലെയും അരുണാചൽ പ്രദേശിലെയും ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും വെളിച്ചം നൽകാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ആണിത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊജക്റ്റിലെ ആദ്യത്തെ യൂണിറ്റിന്റെ ട്രയൽ റൺ സ്റ്റാർട്ട് ചെയ്തു എന്നതാണ്. കുറച്ചുകൂടി സാവധാനം താഴെ ഇറക്കൂ. ശരി, അലൈൻമെന്റ് നോക്കൂ, കൃത്യമാണ്. മൊത്തം 8 യൂണിറ്റുകളാണ് ഇവിടെയുള്ളത്. ഇതിൽ ഓരോന്നിനും 250 മെഗാവാട്ട് കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ 8 കൂടി ചേരുമ്പോഴാണ് ടോട്ടൽ 2000 മെഗാവാട്ട് ആകുന്നത്. അതിലെ ഫസ്റ്റ് യൂണിറ്റ്, അതായത് ആദ്യത്തെ 250 മെഗാവാട്ട് യൂണിറ്റ് കറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, വർഷങ്ങളുടെ അധ്വാനമാണ് ഇവിടെ ഫലം കാണുന്നത്. കമ്മീഷനിങ് ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതിലേക്ക് ഈ പ്രോജക്റ്റ് കാലെടുത്ത് വെച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ സീരിയസ് ആയി സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പ്രോജക്റ്റ് 96% പണി പൂർത്തിയായി കഴിഞ്ഞു. അതായത് ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഒരു കാലത്ത് ഇത് നടക്കുമോ എന്ന് പോലും പലരും സംശയിച്ചിരുന്ന ഇടത്തു നിന്നാണ് ഇന്ന് ഇത്രയും വേഗത്തിൽ പണികൾ നടക്കുന്നത്. NHPCയുടെ എഞ്ചിനീയർമാരും തൊഴിലാളികളും രാപ്പകലില്ലാതെയാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്.